താലോലം താലോലം കുഞ്ഞോനെ എൻ്റെ താരാട്ടിൽ നീയുറങ്ങിൻ മോനെ. താലോലം താലോലം തേൻമോനെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാഹു അക്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവള് പൊതുവെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമില് അവള് പാട്ടൊക്കെ പാടി ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മുഖമൊന്നും കാണിച്ചിട്ട് ഇടൂല. പക്ഷെ നല്ലൊരു സൗണ്ടിന്റെ ഉടമയാണ്. പക്ഷെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഈ ആളെന്ന് കാണാനുള്ളൊരാഗ്രഹം. അപ്പൊ അതിങ്ങോട്ട് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. മഹിമ ഖുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ്. മഹിമ ഖുറൈശി കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ്. മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മുഹബത്ത് ബീവി ത്വാഹിറ വിളങ്ങും രാവ്. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കൊടശ്ശേരി എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ നാട്ടിലൊരു വാനമ്പാടി, അതായത് ഈ നാട്ടിലെ പുതിയൊരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണേ. ആളൊരു ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം പുറലോകം അറിയപ്പെടാതെ പോയ ഒരു കലാകാരിയാണ്. എന്തായാലും ഈ ഒരു കലാകാരി എനിക്ക് പരിചയപ്പെടുത്തുന്ന ആൾ കൂടെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തുന്ന വീഡിയോ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കലാകാരിയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മറ്റൊരു വൈറൽ താരം കൂടിയായ ഒരാളാണ്. ഹായ്, മുബഷിറ അല്ലേ? ഓക്കെ, ഒരുപാട് പാട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാടി വൈറലാണ് ഓൾറെഡി. അപ്പോൾ ഈ ഒരു കലാകാരി നമ്മളുടെ ബന്ധം എന്താ? ഞാനും ഷെൽജി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവളറിയാതെ ഈ ബേസ് വേൾഡിന്റെ ചാനലിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ നല്ലൊരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ സാധിച്ചും കൂടി ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ വരുന്ന കാര്യമൊന്നും ഞാനാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയൂല. അപ്പൊ അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ കാണുമ്പോഴൊരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് അറിയാലോ. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അത് മാത്രമല്ല, നല്ല അടിപൊളി പാട്ടുകാരിയാണ് കേട്ടോ. ഏത് പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടിത്തരും. മുബഷിറ എന്ന് പറഞ്ഞ ഈ കലാകാരനെ ഒരിക്കൽ നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് നമ്മൾ ഇവരുടെ ഒരു എന്താ പറയുക ആവശ്യപ്രകാരമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ സെറ്റാവില്ലേ? എന്തായാലും നമ്മൾ ഇവരോട് പറയാതാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് ബെല്ലടിച്ച് നോക്കാം, എന്താ എക്സ്പ്രഷൻ നോക്കാം. അപ്പം എന്തായാലും ജസ്റ്റ് പോയിട്ട് വീടിന് മുമ്പിലാണ് നിൽക്കുന്നത്, ബെല്ലടിച്ച് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. ഞാനതിൽ മാറി നിൽക്കണം, ഫ്രെയിമിൽ ഇവരെ ഉണ്ടാവും കേട്ടോ. വാ, ആണ് വീട്. ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ചിട്ട് എന്താണ് എക്സ്പ്രഷൻ നോക്കാം. സംഗതി പാടുവോ? ഇല്ല, കണ്ടോണ്ടിട്ട് ഉപ്പ് വരും. ഓക്കെ, നിങ്ങളോ? എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? ഇതെന്താ പെട്ടെന്ന് ഇവിടെ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കലാകാരി. പേര് പറഞ്ഞില്ല? എന്റെ പേര് ഷെൽജ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ കലാകാരി ഇതാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരുണ്ട് വീഡിയോയിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് അടിച്ചു പൊളിക്കാം. അത് മാത്രമല്ല, വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ ഒരു പാട്ട് ഫാമിലി ആണ്. ഒരു ഫാമിലി കേട്ടോ, അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ കലാകാരിയെ പരിചയപ്പെടാം. പേര് ഒന്നുകൂടി പറഞ്ഞേ. ഷെൽജ. ഓക്കെ, അപ്പം ടീച്ചറാണല്ലേ? ഇപ്പൊ പ്രീ പ്രൈമറി അധ്യാപികയാണ്. ഓക്കെ, അപ്പൊ നമ്മളും മുബഷിർ തമ്മിലുള്ള ഒരു ബന്ധം ഒന്നും പറയാം നമുക്ക്. കാരണം ഇവള് കുറെ കാലം എന്നോട് പറയുന്ന സംഗതിയാണ്, ഇങ്ങനെ ഒരു കലാകാരന്റെ നാട്ടിൽ നല്ല അടിപൊളി പാട്ട് പാടുന്നൊക്കെ. നമ്മൾ വരാൻ വൈകിയോന്നൊരു സംശയം അല്ലേ? വൈകിക്കണു. അപ്പൊ എന്തായാലും പറയാം, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പരിചയം എന്ന് പറഞ്ഞാൽ? മുബഷിറാത്തെ ഞാന് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കണ സ്കൂളില് ഞങ്ങൾ രണ്ടാളും രക്ഷിതാക്കളായിട്ട് അവിടെ സമയത്ത് മത്സരിക്കാൻ വേണ്ടിട്ട് രക്ഷിതാക്കൾക്കൊരു മത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് രണ്ടുപേരും മാപ്പിളപ്പാട്ടിന് സെക്കൻഡ് എന്താ പറയാ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്തുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എനിക്ക് സെക്കൻഡും താത്ത തേർഡും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. പിന്നെ ആ ബന്ധം ഇതുവരെ തുടർന്നു കൊണ്ട് പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിങ്ങളെ ഈ ഒരു ചാനൽ പരിചയപ്പെടുത്താനും പറ്റി. എന്തായാലും പറയും എന്നോട് ഈ രംഗത്തേക്ക് ഇറങ്ങുന്ന് പറയും. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കും. നമ്മുടെ ഫ്രെയിമിൽ കുറെ ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ എല്ലാം ആയ ആളല്ലേ? ചെറിയൊരു ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ഓക്കെ, ഞങ്ങളൊരു നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, നാടകം അഭിനയം ഉണ്ടോ?
എന്റെ ഏട്ടനായിട്ട് അഭിനയിച്ചിരുന്ന ആളായിരുന്നു. ജീവിതത്തില് എന്റെ ഭർത്താവായിട്ട് കിട്ടി. ഓക്കെ, ഇത് അനിയത്തി. നല്ല സിംഗറാണല്ലേ, നല്ലപോലെ പാടും. ഓക്കെ, ഒരു പാട്ട് ഫാമിലി തന്നെ പറയാം അല്ലേ. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, അതായത് ഇപ്പം ഇത്രയും കാലം നിങ്ങൾ ഇത്രയും പാട്ടൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരാൾ എന്തുകൊണ്ട് ഇതുവരെ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ്. അവള് പൊതുവെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഓക്കെ, ഇൻസ്റ്റഗ്രാമില് അവള് പാട്ടൊക്കെ പാടി ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മുഖമൊന്നും കാണിച്ചിട്ട് ഇടൂല. പക്ഷെ നല്ലൊരു സൗണ്ടിന്റെ ഉടമയാണ്. പക്ഷെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഈ ആളെന്ന് കാണാനുള്ളൊരാഗ്രഹം. അപ്പോൾ അതിങ്ങോട്ട് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് എന്താ പറയാ, ഒരുപാട് വൈകിപ്പോയി, ഇപ്പോഴാണ് സാധിച്ചത്. എന്തായാലും ഈ ഒരു കലാകാരിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ മുബഷിറ, താങ്ക് യു. അതോടൊപ്പം തന്നെ ഈ ഫാമിലി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റത്തെ ആ ഒരു പാട്ടിലേക്ക് നമുക്ക് കിടക്കാൻ പോകണേ. ഫസ്റ്റ് പാട്ട്. താലോലം താലോലം കുഞ്ഞോനെ ഇന്റെ താരാട്ടിൽ നീയുറങ്ങിൻ മോനെ, താലോലം താലോലം തേൻമോനെ നല്ല താരിളം കാട്ടിലെ പൂമൈനെ, ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് സല്ലല്ലാ അക്ലാ ഇലാഹ ഇല്ലല്ലാ അക്ലാ ഇലാഹ ഇല്ലല്ലാ. അടിപൊളിയായിട്ട് കേട്ടോ, ഒരിക്കലും പ്രതീക്ഷയില്ല ഫസ്റ്റ് സോങ് തന്നെ എങ്ങനെ പാടാൻ പറ്റുന്നുള്ളത്. ഏതായാലും ഫസ്റ്റ് ആയിട്ട് ക്യാമറന്റെ മുമ്പ് വന്നിട്ട് ആദ്യത്തെ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വലിയൊരു കലാകാരിയാവാം. നല്ല അനുഗ്രഹം ദൈവത്തിന് ഉണ്ടാവട്ടെ. മുബഷിറ, എന്താ പറയാനുള്ളത്? അടിപൊളി സെറ്റ് അല്ലേ? ഞാൻ എത്ര പ്രതീക്ഷയില്ലട്ടോ നമ്മൾ പറഞ്ഞപ്പോ, നമ്മൾ ഒരുപാട് വൈകി പോയി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് പാട്ട് തന്നെ. എന്താ പറയാ ചേട്ടാ, ഞങ്ങൾ വന്നപ്പോ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഹസ്ബൻഡ് വന്നൊരു പാട്ട് ഇങ്ങനെ പാടുന്നതാണ്. ചെറുപ്പം മുതൽ തന്നെ ഇവര് SLC കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് തന്നെ ഇവരിങ്ങനെ പാടുന്നതൊക്കെ കണ്ടാണ് ഞങ്ങളൊരു നാടക ക്യാമ്പിലായിരുന്നു ഒരുമിച്ച് ആദ്യം കണ്ടുമുട്ടുന്നത്. ആ നാടക ക്യാമ്പ് തന്നെ ഇവരുടെ കഴിവുകളെ കണ്ടിട്ട് അങ്ങനെയാണ് ഞങ്ങളൊരു പ്രണയത്തിലാകുന്നതും പിന്നീട് കല്യാണത്തിലേക്ക് വരുന്നത് അല്ലേ. അപ്പൊ ഇത്ര മനോഹരമായ രീതിയിലുള്ള ശബ്ദം, പാട്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വീണ്ടും സംശയമാണ്. എന്താ ശരിക്കും അതിനുള്ളൊരു കാരണം? അങ്ങനെയല്ല, ഞാൻ സ്കൂൾ വേദിയിൽ മാത്രമാണ് അങ്ങനെ പെർഫോം ചെയ്തിരുന്നത്. പുറത്തൊന്നും പോയിട്ട് അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനപ്പോ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ എവിടെ എത്തിപ്പെടില്ല, വെറുതെ വേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോവാറാണ്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേജിലൊക്കെ പാടാൻ ഏട്ടൻ എപ്പോഴും പറയും. പിന്നെ ഇവരുടെ ബാങ്കിന്റെ പരിപാടിയാണെങ്കിലൊക്കെ ഇന്നെ നിർബന്ധിച്ച് ചേർക്കാറായിട്ടാണ്. ഇപ്പൊ എന്താ തോന്നണേ, പാട്ടായിട്ട് മുന്നോട്ട് പോകാൻ തോന്നണ്ട? ഓ, പാട്ടായിട്ട് മുന്നോട്ട് പോവാ. അപ്പോൾ എന്തായാലും ഞാനെന്നുള്ളത് കൊടശ്ശേരി കേട്ടോ. എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ വാനമ്പാടി തന്നെ പറയാം അല്ലേ. സംഗതി വീഡിയോന് മുമ്പിൽ എത്താത്തതിൻ്റെ പ്രയാസം മാത്രമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാട്ടുകാരി മറ്റൊരു പാട്ടുകാരിയെ പരിചയപ്പെടുത്തി തരുന്നൊരു അപൂർവ നിമിഷം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ മുബഷിറ നമ്മളെ എന്താ പറയുക ഫ്രണ്ടാണ്, അതോടൊപ്പം തന്നെ അവരുടെ ഫ്രണ്ടാണ് ഇവർ. അപ്പോൾ അങ്ങനെ ഒരു ലിങ്കിൻ്റെ പേരിൽ വന്നൊരു വീഡിയോ ആണിത്. എന്തായാലും ഇവരെ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് എനിക്കറിയാം. കാരണം ഇത്രയും കഴിവുള്ളൊരു കലാകാരിയെ നമ്മൾ തേടി നടക്കായിരുന്നു. അപ്പോൾ എന്തായാലും എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നുള്ളത് നമുക്ക് ഇവരുടെ ഒരു പാട്ട് നമുക്ക് നോക്കാം. ആ പാട്ടിലൂടെ നമുക്ക് എന്താ സംഭവം എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ചിട്ട് കാണാം. ഓക്കെ. ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளி வாயிலெங்கும் அருணன்னே புணர்ந்து ரஜபி ஹதீஜத்துங்கள் கனவாலேறி வந்து ரஹ்மத்தொளி வாயிலெங்கும் அருணன்னே புணர்ந்து അജവാരാടി വിണ്ണും അരുളും ഏറി ചന്തും അടരാടി തമസ് നെരുവിൽ നൂറ് ചന്തും ഷറഫാം തിരുക്കിരുഫാം ഇവൾ പാകി വസന്തം പോകി സുഗന്ധം പാകി വസന്തം പോകി സുഗന്ധം മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി കല്യാണരാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി കല്യാണരാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മെഹബൂബ് നൂറുൽ അമീനോരേ രാവ് മുഹബത്ത്
പൂവത്ത് ബീവി ത്വാഹിറ വിളങ്ങും രാവ് മക്കാപുരിയാകെ ആഘോഷരാവ് മഹിമ ഖുറൈശി കല്യാണരാവ്. അപ്പോൾ രണ്ടുപേരും ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യുന്ന എനിക്കറിയില്ല. രണ്ടുപേരും വോയിസ് അസാധ്യം. മാഷാഅല്ലാ സൂപ്പർ ആയിട്ടുണ്ട് രണ്ടുപേരും. പക്ഷേ എന്താ പറയുക, എങ്ങനെ നോക്കിയാലും രണ്ടുപേരും ഒരേപോലെ പാടുന്നുണ്ട്. പിന്നെ മുബഷിറിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, എല്ലാവരും അറിഞ്ഞതാണ് എന്താണ് കഴിവെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കലാകാരിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയാം. ഷെൽജ ശിവദേവ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയുടെ നെയിം. സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ളൂ അല്ലേ? ഒരുപാട് പാട്ട് പാടുന്ന ആഗ്രഹം ഉണ്ട്. എന്തായാലും ഒരുപാട് വീഡിയോസ് ആ ചാനലിൽ വരും. എന്തായാലും ഫോളോ അടിച്ച് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക.